2025 നവംബർ 9 സിറാജ് എഡിറ്റോറിയൽ. ഡൽഹിക്ക് ശ്വാസം മുട്ടുന്നു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ദീപാവലിയോടെ വർദ്ധിച്ച നഗരത്തിലെ വായുമലിനീകരണ തോത് ഇതുവരെ കുറഞ്ഞിട്ടില്ല. വിഷവാതകങ്ങളാൽ നിറഞ്ഞ ചാരനിറത്തിലുള്ള വായു മാത്രമാണ് എങ്ങും. ആശുപത്രികൾ ശ്വാസകോശ രോഗം ബാധിച്ച രോഗികളാൽ നിറയുന്നു. ചരക്കുവാഹനങ്ങൾ ഡൽഹിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നവംബർ 15 മുതൽ സർക്കാർ കോർപ്പറേഷൻ ജീവനക്കാരുടെ സമയത്തിൽ മാറ്റം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഡൽഹി സർക്കാർ. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ദൈനംദിന ബുള്ളറ്റ് പ്രകാരം ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI 322 ആണ് ഇന്നലെ. AQI 1 മുതൽ 50 വരെ നല്ലത്, AQI 50 മുതൽ 100 തൃപ്തികരം, 101 200 മിതം, 201 300 മോശം, 301 400 വളരെ മോശം, 401 500 അപകടകരം എന്നിങ്ങനെയാണ് വായുവിൻ്റെ ഗുണനിലവാരം കണക്കാക്കുന്നത്. ഇതനുസരിച്ച് വളരെ അപകടകരമായ തോതിലാണിപ്പോൾ ഡൽഹി നിവാസികൾ ശ്വസിക്കുന്ന വായുവിൻ്റെ അവസ്ഥ. ആസ്ത്മ, ശ്വാസകോശ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, കണ്ണുരോഗങ്ങൾ, വിറ്റാമിൻ ഡിയുടെ കുറവ് തുടങ്ങിയ അസുഖങ്ങൾ വ്യാപകമാണ്. സാധാരണഗതിയിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് വിറ്റാമിൻ ഡി. കട്ടിയുള്ള പുകമഞ്ഞ് മൂലം ഡൽഹിക്കാർക്ക് വെയിൽ ഏൽക്കാനാകുന്നില്ല. ശരീരത്തിലെ അസ്ഥികളുടെ ശക്തിക്കും രോഗപ്രതിരോധ പ്രവർത്തനത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും വിറ്റാമിൻ ഡി ആവശ്യമാണ്. 65% കുടുംബങ്ങളിലും ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങളുണ്ട് ഡൽഹിയിൽ. വായുമലിനീകരണമാണ് ഡൽഹിയിലെ മരണങ്ങളിൽ 15%-നും കാരണമെന്നാണ് ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് GBD ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഒക്ടോബർ-നവംബർ മാസത്തിലാണ് സാധാരണഗതിയിൽ ഡൽഹിയിൽ വായു ഗുണനിലവാരം പാടെ മോശമാകുന്നതെങ്കിലും ഇതൊരു കാലാവസ്ഥാ പ്രശ്നമല്ല. മനുഷ്യന്റെ അനാസ്ഥയും ഭരണകൂടത്തിന്റെ പരാജയവുമാണ് ദുരിതം സൃഷ്ടിക്കുന്നത്. വാഹനങ്ങളുടെ വർദ്ധിതമായ ഉപയോഗം, വ്യവസായ മലിനീകരണം, പൊടിപടലങ്ങൾ പടർത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ, മാലിന്യം കത്തിക്കൽ, പടക്കം പൊട്ടിക്കൽ തുടങ്ങിയവയാണ് വായുമലിനീകരണത്തിന് കാരണം. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് നടത്തിയ പഠനത്തിൽ ഡൽഹി വായുമലിനീകരണത്തിന് 50% വരെ കാരണം വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകയാണ്. അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബിലെയും ഹരിയാനയിലെയും വിളവെടുപ്പിന് ശേഷം അവശേഷിക്കുന്ന വൈക്കോൽ കത്തിക്കുന്നത് ഡൽഹിയുടെ വായു മലിനമാക്കുന്ന പ്രധാന ഘടകമാണ്. ഈ സംസ്ഥാനങ്ങളിൽ നെല്ല് വിളവെടുപ്പിനും ഗോതമ്പ് വിതയ്ക്കുന്നതിനുമിടയിലെ വിടവ് കുറവായതിനാൽ കർഷകർക്ക് വയലിലെ അവശിഷ്ടങ്ങൾ പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. വൈക്കോൽ കത്തിക്കൽ മാത്രമാണ് ഇക്കാര്യത്തിൽ അവരുടെ മുമ്പിലുള്ള ചെലവ് കുറഞ്ഞ എളുപ്പമാർഗം. ഇത് അനാരോഗ്യത്തിന് കാരണമാണെന്ന് അറിയാമെങ്കിലും അതിനൊരു ബദൽ സംവിധാനം അവരുടെ മുമ്പിലില്ല. ഭരണകൂടത്തിന്റെ അനാസ്ഥയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഏതാനും ദിവസത്തേക്ക് സ്കൂളുകൾ അടച്ചിടുക, സർക്കാർ കോർപ്പറേഷൻ ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം പുനഃക്രമീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുക, വാഹന നിയന്ത്രണം, കൃത്രിമ മഴ പെയ്യിക്കൽ തുടങ്ങി കൊല്ലം തോറും ആവർത്തിക്കുന്ന താൽക്കാലിക പരിഹാരങ്ങളാണ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളാറുള്ളത്. വർഷം തോറും ആവർത്തിക്കുന്ന ഒരു സാധാരണ സംഭവമായി പ്രശ്നത്തെ കാണുന്നതാണ് ഇതിനു കാരണം. പകരം ഇതൊരു ഗുരുതര ആരോഗ്യ സാമൂഹിക വിഷയമായി കണക്കിലെടുത്ത് ദീർഘകാലത്തേക്ക് പര്യാപ്തമായ പദ്ധതികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാർഷിക അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ സഹായകമായ യന്ത്രങ്ങൾ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുകയോ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് വളമോ ബയോഗ്യാസോ നിർമ്മിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുകയോ ചെയ്താൽ കർഷകർക്ക് വൈക്കോൽ കത്തിക്കേണ്ടി വരില്ല. 2 കോടിയിലധികം വരും ഡൽഹിയിലെ വാഹനങ്ങളുടെ എണ്ണം. പൊതുഗതാഗതം വർദ്ധിപ്പിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പഴയ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്താൽ വാഹനങ്ങൾ പുറത്തുവിടുന്ന പുക മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് വലിയൊരളവോളം പരിഹാരമായി. വ്യാവസായിക രംഗത്ത് പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്ക് മാത്രം അനുമതി നൽകുക, ചെറുകിട വ്യവസായങ്ങൾക്ക് ഗ്യാസ് അധിഷ്ഠിത ഇന്ധനങ്ങൾ നിർബന്ധമാക്കുക, നിർമ്മാണ സ്ഥലങ്ങൾ പായ കൊണ്ട് മൂടുക, റോഡുകൾ, പാർക്കുകൾ, നദീതീരങ്ങൾ എന്നിവിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നഗരത്തിലെ ഹരിതവലയങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ മാർഗങ്ങളും പ്രായോഗികമാണ്.
പൗരസമൂഹത്തിനുമുണ്ട് ഇക്കാര്യത്തിൽ ബാധ്യത. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയവ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ്. സ്കൂൾ പാഠ്യപദ്ധതികളിൽ പരിസ്ഥിതി ബോധവൽക്കരണത്തിന് പ്രാമുഖ്യം നൽകേണ്ടതുണ്ട്. വായു ശുദ്ധീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് സാംസ്കാരിക സാമൂഹിക സംഘടനകൾക്കും മാധ്യമങ്ങൾക്കും ഈ യജ്ഞത്തിൽ പങ്കാളികളാകാനാകും.